നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിത്യമോൾക്ക് അവിടെ സുഖാണോ? ഞാൻ അവളുടെ ചെറിയച്ഛനാ. മക്കളെ വിവാഹം കഴിച്ചയച്ചാ അവര് സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഉത്തരവാദിത്തം കാർന്നവന്മാർക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. സുഖാണെന്നുള്ള ചോദ്യം മോളോട് ചോദിച്ച പോരെ? ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയ. ഞാനങ്ങനെ പറഞ്ഞത് അതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവരവർ ജീവിക്കുന്ന സാഹചര്യമുണ്ട്. ഞാൻ എൻ്റെ സാഹചര്യം അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞു. അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നീ അതിന് മറുപടിയും തന്നു. അതോടെ തീർന്നു. അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇതിലെന്ത് തെറ്റിദ്ധാരണ? ആളുകൾ കാര്യങ്ങൾ പറയുമ്പോൾ പരസ്പരം മനസ്സിലാക്കുന്നതാണ് ശരി. എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എന്നോട് മിണ്ടണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണോ? ഞാൻ ഇത്രയും നേരം നിന്നോട് മിണ്ടുകാരുന്നില്ലേ? മിണ്ടാതിരിക്കാനും കാണാതിരിക്കാനും എനിക്ക് പറ്റില്ല. എനിക്ക് നീയല്ലാതെ ആരാളുള്ളത്? എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് ഒരുപോലെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോ പൊരുത്തപ്പെടണം. ഞാനിത് പൊരുത്തപ്പെട്ടു. മോള് ചെല്ല്. മോളെ, അച്ഛന് നല്ല വിഷമായി. ഞാനത് ഏതവസ്ഥയിലാ പറഞ്ഞെന്ന് അച്ഛനറിയില്ലല്ലോ. അച്ഛനെ ചിന്തിക്കുമ്പോ ഞാൻ വലിയൊരു വീട്ടിൽ താമസിക്കുന്നു, അവിടുത്തെ സൗകര്യങ്ങൾ അനുഭവിക്കുന്നു. അവിടെ അച്ഛൻ എനിക്കൊരു കുറവോ ഭാരമോ ഒക്കെ ആവുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയല്ലേ അച്ഛന് തോന്നും? പെട്ടെന്ന് കേട്ടപ്പോ അച്ഛന് ചെറിയൊരു സങ്കടം തോന്നിയിട്ടുണ്ടാവും. അല്ലാതെ മോളെ കുറിച്ച് ആവശ്യമില്ലാത്ത ചിന്തയൊന്നും അച്ഛനുണ്ടാവില്ല. എന്നാലും ഞാൻ ചെയ്തത് പാപമല്ലേ അമ്മേ? ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത പാപം. എനിക്കിതിന് പരിഹാരം ചെയ്യണമേ. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ശിവനോട് അമ്മ പറഞ്ഞാ മതി. അമ്മ കൂടി വരാം. വേണ്ട, തനിച്ചു മതി. ഞാൻ യക്ഷിമലയിലേക്കാ പോകുന്നത്. യക്ഷിമലയോ? അതെവിടെയാ? ഇവിടെ അടുത്ത പാപങ്ങൾ തീർക്കാൻ വേണ്ടി ചവിട്ടുന്ന മലയാണ്. മോളെ, അമ്മ ഇതാരോടും പറയണ്ട. അച്ഛന്റെ മനസ്സ് നൊന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അമ്മേ. ശരി.
കുറവും വരുത്താതെ ഒരു ജന്മം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് എൻ്റെ അച്ഛൻ. ഒരു വാക്കുകൊണ്ടെങ്കിലും എനിക്ക് അച്ഛനെ വേദനിപ്പിക്കേണ്ടി വന്നു. ഞാൻ ചെയ്തത് അച്ഛന് വേണ്ടിയാണ്. പക്ഷെ അത് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അച്ഛൻ്റെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് നീക്കണേ ദേവി. എന്നും എന്നും എൻ്റെ അച്ഛനെ കാത്തോളണേ. അമ്മേ ദേവി, കാത്തുരക്ഷിക്കണേ. गिरिनन्दिनि नन्दितमेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्द्यशिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हेशिति कण्ठकुडुम्बिनि भूरि कुडुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते. सुरवरवर्षिणि दुर्धरदर्शिनि दुर्मुखमर्षिणि. നാശം പിടിക്കാൻ ഇവിടെ എങ്ങനെ കെട്ടിക്കിടക്കേണ്ട ആവശ്യം എന്താ? നിത്യമോൾക്ക് അവിടെ സുഖാണോ? ഞാൻ അവളുടെ ചെറിയച്ഛനാ. മക്കളെ വിവാഹം കഴിച്ചയച്ചാ അവര് സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഉത്തരവാദിത്തം കാർന്നവന്മാർക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. സുഖാണെന്നുള്ള ചോദ്യം മോളോട് ചോദിച്ച പോരെ? ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.